നമ്മൾ ഓൾറെഡി ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ ഡാനിയൽ സെല്ലിൻ്റെ കാര്യവും അതുപോലെ തന്നെ നമ്മൾ പഠിച്ചത് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോണിൻ്റെ കാര്യങ്ങൾ ലാസ്റ്റ് വീഡിയോസിൽ നമ്മൾ നോക്കിയിരുന്നു. ഈ വീഡിയോയിൽ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അടുത്ത സെക്ഷൻസ് വരുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സിൽ വരുന്നതാണ്. ഐദർ ഇതിൽ വരുന്ന ഈ രണ്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത് മാറി മാറി എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നവരാണ്. ഫ്യൂവൽ സെൽ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. ഫ്യൂവൽ സെൽ എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർലി H2O2 ഫ്യൂവൽ സെൽ ആണ്. നമുക്ക് എന്താ നോക്കാം ഈ ഫ്യൂവൽ സെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഫ്യൂവൽ സെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാൽവാനിക് സെല്ലുകൾ തന്നെയാണ്. പക്ഷേ ഈ ഗാൽവാനിക് സെല്ലുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇവർ ഈ CH4 അല്ലെങ്കിൽ H2 ഇതുപോലുള്ള ഗ്യാസുകളെ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യും. ആ റിയാക്ഷൻ വഴി ഇവർ എനർജി പ്രൊഡ്യൂസ് ചെയ്യും. അതായത് കമ്പഷൻ ഓഫ് ഫ്യൂവൽസ് യൂസ് ചെയ്തിട്ടാണ് വരാം. കമ്പഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. ഇപ്പോൾ H2 CH4 അല്ലെങ്കിൽ മെത്തനോള് പോലുള്ള ഫ്യൂവലുകൾ എടുത്തിട്ട് അത് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ച് അതിൽ നിന്നും എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗാൽവാനിക് സെല്ലുകളാണ് നമ്മൾ ഈ ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത്. ദേ കൺവേർട്ട് ഡയറക്ട്ലി ഇൻ ടു ദ ഇലക്ട്രിക്കൽ എനർജി. ഇങ്ങനെ ഉണ്ടാകുന്ന റിയാക്ഷനിൽ നിന്ന് വരുന്ന കെമിക്കൽ എനർജീനെ അവരെന്ത് ചെയ്യുന്നു, നമ്മുടെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് ഡയറക്ട്ലി മാറ്റും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഫ്യൂവൽ സെല്ല് എന്ന് വിളിക്കുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കുന്ന H2O2 ഫ്യൂവൽ സെല്ലാണ്. അപ്പോൾ ഗീവ് ആൻ എക്സാമ്പിൾ ഫോർ ദി ഫ്യൂവൽ സെൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് H2O2 ഫ്യൂവൽ സെൽ എന്നാണ്. H2O2 ഫ്യൂവൽ സെല്ലിന്റെ കൺസ്ട്രക്ഷനും അതിന്റെ റിയാക്ഷൻസും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അതിലോട്ടാണ് പോകാനുള്ളത്, നമുക്ക് നോക്കാം അത്. ഓക്കെ, H2O2 ഫ്യൂവൽ സെല്ലിൽ ഇങ്ങനെയാണ് വരാം. അതിൽ രണ്ട് ഔട്ട്ലെറ്റുകൾ ഉണ്ടാവും H2O2 വരാനുള്ള. പ്ലസ് അതിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡുകൾ എന്ന് പറയുന്നത് നമുക്ക് കാർബണിന്റെ ഇലക്ട്രോഡുകളാണ് വരാം. പോസിറ്റീവ് നെഗറ്റീവ് ആനോഡ് കാഥോഡ് കാര്യങ്ങളുണ്ട്. ഇതിന്റെ നടുക്കെ കൂടി NaOH ആണ് ഉണ്ടാവുക. അപ്പോൾ NaOHന്റെ ഒരു കോൺസെൻട്രേറ്റഡ് NaOH പാസ് ചെയ്യുന്നുണ്ടാവും. അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തായിട്ട് ഇലക്ട്രോഡുകൾ ഉണ്ട്. ഇലക്ട്രോഡിന്റെ രണ്ട് വശത്തായിട്ട് രണ്ട് ഓപ്പണിങ്ങൾ ഉണ്ട്. ഈ രണ്ട് ഓപ്പണിങ്ങളിൽ H2ഉം O2 ആണ് നമ്മൾ ചേർക്കുക. ഓക്കെ, അതിങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന H2O2 പോറസ് ആയിട്ടുള്ള കാർബൺ ഇലക്ട്രോഡുകൾ കൂടിയാണ്. പോറസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുളകളുള്ള നിറച്ച് ചെറിയ ചെറിയ ഹോൾസ് ഉള്ള നമ്മുടെ ഇലക്ട്രോഡ്സ് ആണ് പോറസ് കാർബൺ ഇലക്ട്രോഡ്. അതിൽ ഇലക്ട്രോലൈറ്റ് ആയിട്ട് വരുന്ന കോൺസെൻട്രേറ്റഡ് NaOH ആണ്. അപ്പോൾ ഇവിടെ ആനോഡായിട്ട് ബിഹേവ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു കാർബൺ ഇലക്ട്രോഡാണ്. കാഥോഡ് വരുന്നത് ഇവിടെയാണ്. ആനോഡിൽ വെച്ച് അവിടെ ഓക്സിഡേഷൻ നടക്കും. ഓക്സിഡേഷൻ നടന്നിട്ടില്ലേ, ഓക്സിജൻ ആനോഡായിട്ട് ഹൈഡ്രജനാണ് വരാം. ഹൈഡ്രജൻ അവിടെ ഓക്സിഡേഷൻ നടന്നിട്ട് നമുക്ക് നോക്കാം H2O ആയിട്ട് മാറും. അപ്പോൾ 2H2 plus 4OH minus gives 4H2O plus 4 electron. ഓക്കെ, 4H2O plus 4 electron. അപ്പോൾ H2 ഗ്യാസിന് ഓക്സിഡേഷൻ നടക്കും ഹൈഡ്രജന് ആനോഡിൽ വെച്ച്. കാഥോഡിൽ വെച്ച് നമ്മുടെ ഓക്സിജൻ റിഡക്ഷൻ നടക്കും. അപ്പോൾ റിഡക്ഷൻ എന്ന് പറയുമ്പോൾ O2 plus 2H2O plus 4 electron gives 4OH minus എന്നായിരിക്കും റിയാക്ഷൻ വരും. അവിടെ കാഥോഡിൽ റിഡക്ഷൻ നടക്കുന്നതുകൊണ്ടാണ് ഇലക്ട്രോണുകൾ വഴി ചെയ്യുന്നിട്ട് 4OH മൈനസ് എന്ന് പറഞ്ഞ ഫോമിലോട്ട് മാറും. H2 ആണെങ്കിൽ 4H2O ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഫൈനൽ നമ്മൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ഫൈനൽ നെറ്റ് റിയാക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ H2ഉം O2ഉം കൂടി ചേർന്നിട്ട് 2H2O ആയിട്ടായിരിക്കും മാറും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ H2O2 ഫ്യൂവൽ സെല്ലിൽ ചോദിക്കുമ്പോൾ എഴുതണം. കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്നുള്ളത് എഴുതണം. അതിൽ ആനോഡ് കാഥോഡ് റിയാക്ഷൻസ് എങ്ങനെയാണെന്ന് എഴുതണം. അതിനെ നെറ്റ് റിയാക്ഷൻ എഴുതണം. പിന്നെ ഫിഗർ വരയ്ക്കുകയും കൂടി ചെയ്യാം. അപ്പോൾ ഇത്രയും H2O2 ഫ്യൂവൽ സെല്ലിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിച്ചാൽ എഴുതേണ്ട കാര്യങ്ങളാണ്. ഇനി ഈ H2O2 ഫ്യൂവൽ സെല്ലിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചേക്കുന്ന എന്തിനാണെന്നറിയോ, നമ്മുടെ സ്പേസ് എക്സ്പ്ലോറേഷന് റോക്കറ്റുകളാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ മൂണിലോട്ടൊക്കെ ആദ്യമായിട്ട് പോയപ്പോൾ നമ്മൾ അമേരിക്കയിൽ നിന്നും ആദ്യമായിട്ട് ആൾക്കാർ പോയപ്പോൾ അതിൽ അവരുടെ ആ റോക്കറ്റിൽ ആ ലോഞ്ച് വെഹിക്കിളിൽ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ H2O2 ഫ്യൂവൽ സെൽ ഉണ്ടായിരുന്നു. അപ്പോളോ സ്പേസ് പ്രോഗ്രാം എന്നായിരുന്നു ആ ഒരു സ്പേസ് പ്രോഗ്രാമിനെ നമ്മൾ വിളിച്ചിരുന്നത്, ആ ഒരു മിഷനെ വിളിച്ചിരുന്നത്. അതിൽ യൂസ് ചെയ്തത് ഈ ഒരു H2O2 ഫ്യൂവൽ സെൽ. അതിൻ്റെ ഫിഗറാണ് ഞാനിവിടെ കാണിച്ചേക്കുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെ? ഈ ഫ്യൂവൽ സെല്ലിൻ്റെ നോർമൽ കൺവെൻഷനലി നമ്മൾ നോക്കുന്ന ആൾക്കാരെക്കാളും ഫ്യൂവൽ സെല്ലിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പൊല്യൂഷൻ ഫ്രീ ആണ്. കാരണം ഇവിടെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്ന എന്താ, വാട്ടർ. നമ്മൾ ഫൈനൽ റിയാക്ഷൻ നോക്കിയായിരുന്നു 2H2 plus O2 gives 2H2O എന്ന്. വാട്ടർ ആണ് ഫൈനൽ റിയാക്ഷൻ. ആ വാട്ടർ നമുക്ക് കുടിക്കാനും എടുക്കാൻ പറ്റും. അത്രയും പ്യുവർ വാട്ടർ ആണ് നമുക്ക് അവിടുത്തെ പ്രോഡക്റ്റ് ആയിട്ട് വരാം. സോ എക്കോ ഫ്രണ്ട്ലി ആണ്, അല്ലെങ്കിൽ പൊല്യൂഷൻ ഫ്രീ ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാലുണ്ടെങ്കിൽ വാട്ടർ നമുക്കത് ഡ്രിങ്കിങ് പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഡ്രിങ്കിങ് പർപ്പസിനായിട്ട് ഉപയോഗിക്കാം. ആൻഡ് തേർഡ് ആൻഡ് ഫൈനൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് എ ഹയർ എഫിഷ്യൻസി. നമ്മൾ ബാക്കിയുള്ള ആൾക്കാരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല എഫിഷ്യൻ്റ് ആണ് ഇത്. കൂടുതൽ എനർജി നമുക്ക് കിട്ടും.
ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ എന്താ ഈ ഒരു ഫ്യൂവൽ സെല്ലിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് നമ്മൾ പറയും. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഡയറക്റ്റ്ലി ചോദിക്കാറുണ്ട് അഡ്വാൻറ്റേജസ് എഴുതാനും. എപ്പോഴും ഫ്യൂവൽ സെല്ല് വരുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ മെൻഷൻ എനി 2 അഡ്വാൻറ്റേജസ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചാൽ എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങൾ എഴുതാനായിട്ട് ശ്രദ്ധിക്കും. ഇനി ഇതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കും കൂടി നമുക്ക് വരുന്നുണ്ട്. അതാണ് കൊറോഷൻ എന്ന് പറയുന്നത്. കൊറോഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താ, ജസ്റ്റ് നമ്മുടെ റെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇരുമ്പ് ഒക്കെ നമ്മൾ എടുത്ത് അയണിൻ്റെ വലിയ പീസസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ പതുക്കെ പതുക്കെ ഓവർ എ ലോങ് ടൈം അതിൽ നിന്ന് റെസ്റ്റ് ആയി തുരുമ്പിച്ച് നശിച്ചു പോകും അല്ലേ. അത് ഒരു കാര്യത്തിനെ നമ്മൾ എന്ത് വിളിക്കുക, കൊറോഷൻ എന്ന് വിളിക്കുക. സോ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഓക്സൈഡ് ഓർ അതർ കോമ്പൗണ്ട്സ്. അത് ശരിക്കും നടക്കുന്നത് അവിടെ റിയാക്ഷൻ നടന്നിട്ടാണ്. അത് ഓക്സിജനോ വാട്ടറൊക്കെ ആയിട്ട് പ്രസൻസിൽ അവിടെ റിയാക്ഷൻ നടന്ന് ഓക്സൈഡുകൾ ഉണ്ടാവും മെറ്റലിൻ്റെ പുറത്ത്. ആ ഓക്സൈഡായി മാറിക്കഴിഞ്ഞാൽ അത് പതുക്കെ പതുക്കെ ആ മെറ്റൽ സർഫസിൽ ഡിസ്ട്രോയ് ആയി പോകും. അതിൽ മെയിൻലി അഫക്റ്റ് ചെയ്യുന്നത് എയറും വാട്ടറൊക്കെയാണ്. വാട്ടർ വേപ്പർ ഉണ്ട്, CO2 ഉണ്ട്, ഇങ്ങനെ പല രീതിയിലും റിയാക്ട് ചെയ്യാം. അങ്ങനെ ഓക്സൈഡോ പല കോമ്പൗണ്ട് ആയിട്ട് മാറുമ്പോൾ ആ നമ്മുടെ മെറ്റലിൻ്റെ ലെയറിൽ നിന്നും പതുക്കെ പതുക്കെ എന്ത് ചെയ്യുന്നു, അതൊക്കെ റിമൂവ് ആയി പോകും. സോ ഇതാണ് കൊറോഷൻ എന്ന് വിളിക്കുന്നത്. ഇനി അതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത് ഏതൊക്കെയാണ്, റസ്റ്റിംഗ് ഓഫ് അയൺ ആണ്. അതേപോലെ തന്നെ സിൽവറിൻ്റെ സാധനങ്ങൾ നമ്മൾ എടുത്താൽ, സിൽവറിൻ്റെ ഓർണമെൻറ്റ്സ് ഒക്കെ എടുത്താൽ കുറച്ച് കഴിയുമ്പോൾ അത് ബ്ലാക്ക് കളറിലോട്ട് പോകും, അല്ലെങ്കിൽ ഒരു ഡിം ആയിട്ട് മാറും. ടാർണിഷിങ് എന്നാണ് അതിനെ വിളിക്കുക. അത് അവിടെ നമ്മുടെ ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് പറഞ്ഞ ഗ്യാസുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഇനി കോപ്പറിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ വിളക്കോ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതിലൊരു പച്ച കളറിലൊരു ഫോർമേഷൻ ഉണ്ടാവും. അതും ഈ പറഞ്ഞ കാര്യം കൊറോഷൻ തന്നെയാണ്. അവിടെ കോപ്പർ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ടാണ് റിയാക്ട് ചെയ്യുക, എന്നിട്ട് ഒരു ഗ്രീൻ കളറിലെ കോട്ടിംഗ് ഉണ്ടാവും. ഓക്കെ, സോ ഇതെല്ലാം എന്തിൻ്റെ എക്സാമ്പിളാണ്, കൊറോഷൻ്റെ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആരാ, അയണിൻ്റെ റെസ്റ്റിംഗ് ആണ് അല്ലേ. ഈ അയണിൻ്റെ റെസ്റ്റിങ്ങിൻ്റെ മെക്കാനിസം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഇലക്ട്രോ കെമിക്കൽ ആസ്പെക്ട് ഓഫ് കൊറോഷൻ എന്ന് പറയുന്നത്. ഇത് പറയാനായിട്ട് ഇവിടെ നോക്കാം നമുക്ക്. ഞാനിവിടെ ഒരു മെറ്റലിൻ്റെ പീസ് എടുക്കാൻ പോവാണ്. ഓക്കെ, മെറ്റലിൻ്റെ പീസിൻ്റെ പുറത്ത് എന്തായാലും അയൺ ഉണ്ടാവും. അതാണ് അയൺ ആറ്റംസ് ഞാൻ കാണിച്ചേക്കുന്നത്, Fe എന്ന് പറഞ്ഞിട്ട്. ഇനി അതിൻ്റെ പുറത്തോട്ട് നമ്മൾ എന്താണ്, ഒരു വാട്ടറിൻ്റെ ഒരു ഡ്രോപ്ലെറ്റ് വീഴാന്ന് വെച്ചോ. കാരണം എപ്പോഴും നടക്കുമ്പോൾ വാട്ടർ ഡ്രോപ്ലെറ്റ് ആണല്ലോ വരുന്നത്. വാട്ടർ ഉണ്ടാവും, അതുപോലെ ഓക്സിജൻ ഉണ്ടാവും. ഇതിൻ്റെ പ്രസൻസിൽ ആ കൊറോഷൻ നടക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ പുറത്തൊരു വാട്ടറിൻ്റെ ഡ്രോപ്ലെറ്റ് കൺസിഡർ ചെയ്യും, H2O ഉണ്ട്. ഇനി അവിടെ അതിൻ്റെ ഒപ്പം തന്നെ H2O ഉള്ള പോലെ തന്നെ എന്തുകൂടി ഉണ്ട്, എയർ ഉണ്ട്. അതായത് നമ്മുടെ ഓക്സിജൻ ഉണ്ടാവും, ഓക്സിജൻ കൂടി ഉണ്ടാവും. അപ്പോൾ ഇല്ലേ നമ്മുടെ Feയുടെ സർഫസിൽ, അയണിൻ്റെ സർഫസിൽ എന്ത് പറ്റുമെന്ന് അറിയോടാ, ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ വെച്ചിട്ട് ഈ വാട്ടറിൻ്റെ പ്രസൻസ് ഓക്സിജൻ്റെ പ്രസൻസ് കാരണം അവിടെ ഓക്സിഡേഷൻ നടക്കും. Fe എന്ന് പറയുന്നത് Fe2+ ആയിട്ട് മാറും. ആ ഒരു റീജിയനെ, ആ ഒരു പാർട്ടിനെ നമ്മൾ ആനോഡായിട്ട് ബിഹേവ് ചെയ്യും. അപ്പോൾ ആനോഡ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പാർട്ടാണ്. അവിടെ Feയിൽ എന്ത് ചെയ്യുന്നു, Fe2+ ആയിട്ട് മാറും. ഓക്കെ, Fe2+ഉം അതുപോലെ 4 ഇലക്ട്രോൺ ആയിട്ട് മാറും. ഓക്സിഡേഷൻ നടക്കാം. ഇനി ആ ഓക്സിഡേഷൻ നടന്നു കഴിയുമ്പോൾ അവിടെ ഇലക്ട്രോൺ ഉണ്ടാവുന്നില്ലേ, ഇലക്ട്രോൺ മെറ്റലിൽ കൂടി സഞ്ചരിക്കും. മെറ്റലിൽ കൂടി സഞ്ചരിച്ച് വേറൊരു പാർട്ടിലെത്തും. അല്ലെങ്കിൽ ഇവിടെയാണ് ഓക്സിഡേഷൻ നടക്കുന്നതെങ്കിൽ ഇതൊരു ആനോഡായിട്ട് ബിഹേവ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അടുത്തേക്ക് കൂടി പോയിട്ട് ഇവിടെ ഓക്സിജൻ ഉള്ള സ്ഥലത്തോട്ട് പോകും. ഓക്കെ, നമ്മുടെ ഇലക്ട്രോണുകൾ മെറ്റലിൻ്റെ ഉള്ളിൽ കൂടി പാസ് ചെയ്ത് ഓക്സിജൻ ഉള്ള സ്ഥലത്തോട്ട് പോകുന്നു. ഓക്സിജൻ ഉള്ള സ്ഥലത്ത് പോയിട്ട് അവിടെ ഓക്സിജനെ അത് റെഡ്യൂസ് ചെയ്യും, എന്നിട്ട് അത് H2O ആക്കി മാറ്റും. ഓക്കെ, കാഥോഡായിട്ട് അത് ബിഹേവ് ചെയ്യും. ആ ഒരു പാർട്ടിനെ കാഥോഡ്, അവിടെ വെച്ചിട്ട് ഓക്സിജൻ റിഡക്ഷൻ നടക്കുന്നതുകൊണ്ട് ആ പാർട്ട് എന്തായിട്ട് മാറും, ഒരു കാഥോഡിക് സ്പോട്ടായിട്ട് മാറും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഓക്സിഡേഷൻ നടക്കുന്ന ഒരു ഭാഗം ഉണ്ടാവും, അത് ആനോഡായിട്ട് നടക്കുന്നു. അവിടെ Fe2+ ഉണ്ടാവുന്നു. അവിടെ നിന്നുള്ള ഇലക്ട്രോണുകൾ നേരെ അടുത്തൊരു ഭാഗത്തോട്ട് പോകുന്നു. അവിടെ അത് കാഥോഡായിട്ടാണ് ബിഹേവ് ചെയ്യുക. അവിടെ ഓക്സിജൻ ഗ്യാസ് എന്ന് പറയുന്ന 4H+ൻ്റെയും 4 ഇലക്ട്രോണിൻ്റെയും ബേസിൽ അത് എന്തായിട്ട് മാറും, H2O ആയിട്ട് മാറും. അപ്പോൾ നമ്മളിപ്പോൾ ഫൈനലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫൈനൽ റിയാക്ഷൻ നമ്മൾ ഇങ്ങനെയാണ് പറയുക, 2Fe+O2 + 4H+A gives 2Fe2+A + 2H2O. ഇതാണ് അവിടെ റെസ്റ്റിങ്ങിൻ്റെ ഫൈനൽ ഇക്വേഷൻ. ഇപ്പോൾ 2 എണ്ണം ഉണ്ട്, ആനോഡായിട്ടുള്ള ഒരു സ്പോട്ടും ഉണ്ടാവും, കാഥോഡായിട്ടുള്ള ഒരു സ്പോട്ടും ഉണ്ടാവും. ഇനി ഈ Fe2+ ഫോം ചെയ്യുന്നത് പിന്നെയും ഓക്സിഡേഷൻ നടക്കുന്നു. ഓക്സിഡേഷൻ നടന്നിട്ട് എന്തായിട്ട് മാറുന്നു, റെസ്റ്റ് ആയിട്ട് മാറും, വിച്ച് ഈസ് Fe2O3 XH2O എന്നാണ്. ഈ X എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ റിയാക്ഷൻസ് ഒക്കെ പറയുമ്പോൾ അതിൽ എത്ര H2O വേണമെങ്കിലും അതിൻ്റെ ഒപ്പം വരാം, Fe2O3യുടെ ഒപ്പം. ചിലപ്പോൾ 2 എണ്ണം ആവാം, ചിലപ്പോൾ 6 എണ്ണം ആവാം, ചിലപ്പോൾ 7 എണ്ണം ആവാം, ചിലപ്പോൾ 3 എണ്ണം ആവാം. അത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ ടൈമിലനുസരിച്ചേക്കും വാട്ടറിൻ്റെ അവൈലബിലിറ്റി ഒക്കെ നോക്കിയിട്ടായിരിക്കും വരാം. അപ്പോൾ XH2O എന്ന് പറയുമ്പോൾ 2, 3, 4 അങ്ങനെ ഏത് നമ്പർ വേണമെങ്കിലും വരാം. അതുകൊണ്ട് നമ്മളൊരു ജനറലായിട്ട് X എന്ന് പറയും.
അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ മെക്കാനിസം ഓഫ് കൊറോഷൻ വരുന്നത്. ഫിഗർ വരയ്ക്കണമെന്നില്ല, പക്ഷെ ആനോഡ് കാഥോഡ് ബിഹേവിയറും അതുപോലെ അതിലെ ഫൈനൽ റിയാക്ഷനും നമ്മൾ നോക്കണം. ഓക്കെ, ആൻഡ് ഫൈനലി ഈ ഒരു സ്റ്റേറ്റ്മെന്റും കൂടി എഴുതിയിട്ട് നമുക്ക് മെക്കാനിസം ഓഫ് കൊറോഷൻ നിർത്താനായിട്ട് പറ്റും. സോ ആനോഡായിട്ട് ബിഹേവ് ചെയ്യുന്നിടത്ത് Fe2+ ഉണ്ടാവുന്നു, കാഥോഡായിട്ട് ബിഹേവ് ചെയ്യുന്നിടത്ത് അവിടെ H2 ആവും, ഓക്സിജൻ റിഡക്ഷൻ നടന്നിട്ട് ഫൈനലി അതിൽ നിന്ന് നമുക്ക് റെസ്റ്റ് ഉണ്ടാവുന്നു. ഇതാണ് നമ്മുടെ മെക്കാനിസം ഓഫ് കൊറോഷൻ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ നമുക്ക് നടക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കൊറോഷൻ, അല്ലെങ്കിൽ ഈ ഒരു മെക്കാനിസം ഓഫ് കൊറോഷൻ. അപ്പോൾ 2 ടോപ്പിക്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. H2O2 ഫ്യൂവൽ സെല്ലിന്റെ വർക്കിങ്ങും അതുപോലെ മെക്കാനിസം ഓഫ് കൊറോഷൻ. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും ഒരെണ്ണമൊക്കെ എക്സാമിന് സ്ഥിരമായിട്ട് മാറിയും മറിച്ചും ചോദിക്കാം. അപ്പോൾ അതെന്തായാലും കൃത്യമായിട്ട് നോക്കാം. അപ്പോൾ ഈ ഒരു പോർഷൻസ് എന്തായാലും പഠിക്കുക. അതെന്തായാലും എക്സാമിലോട്ടായിട്ട് ക്ലിയർ ആയിട്ട് നോക്കിയിട്ട് പോകാം. ഓക്കെ.